നമസ്കാരം. പോളണ്ടിൽ TRC ചെയ്യാനായി കമ്പനി സഹായിക്കാതെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പല പ്രവാസികളും നേരിടുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായകരമാകുന്ന 6 നിയമ നടപടികൾ ഇന്ന് പരിചയപ്പെടാം. 1. ജോലി കരാർ പരിശോധിക്കുക. നിങ്ങളുടെ ജോലി കരാറിൽ താത്കാലിക താമസ കാർഡിനായുള്ള സഹായം, താമസ സൗകര്യം, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയെക്കുറിച്ച് പരാമർശമുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ അവകാശങ്ങൾ നൽകുന്നത് തൊഴിലുടമയുടെ ബാധ്യതയാണ്. 2. കമ്പനിയെ എഴുതി അറിയിക്കുക. TRC സംബന്ധിച്ച സഹായം ആവശ്യപ്പെട്ട് കമ്പനിയോട് എഴുതി അറിയിക്കുക. ഇമെയിൽ മുഖേന ചോദിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടായാൽ തെളിവായി ഉപയോഗിക്കാൻ കഴിയും. 3. സ്വയം TRC അപേക്ഷിക്കാം. നിങ്ങൾക്ക് കമ്പനി സഹായിക്കാതെ തന്നെ TRC അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ടത് സംസ്ഥാന ഭരണകൂടത്തിന്റെ ജില്ലയിലെ കുടിയേറ്റ വിഭാഗത്തിലാണ്. ആവശ്യമായ രേഖകൾ: ജോലി കരാർ, താമസ രേഖ, ആരോഗ്യ ഇൻഷുറൻസ്, അപേക്ഷ ഫോം, ഫീസ്. 4. തൊഴിൽ പരിശോധനാ വകുപ്പിൽ പരാതി നൽകുക. നിങ്ങളുടെ നിയമാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ തൊഴിൽ പരിശോധനാ വകുപ്പ് വഴി പരാതി നൽകാവുന്നതാണ്. നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ് അല്ലെങ്കിൽ തങ്ങളുടെ ഓഫീസ് സന്ദർശിക്കാവുന്നതാണ്. 5. നിയമസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ സമീപിക്കുക. പുലർച്ചെ 5 മണി, രാവിലെ 6 മണി. പോളണ്ടിലെ ചില നിയമസഹായ സ്ഥാപനങ്ങൾ വിദേശ തൊഴിലാളികൾക്ക് സൗജന്യമായി സഹായം നൽകുന്നു. ഇത്തരത്തിലുള്ള സംഘടനകളെ സമീപിക്കുക. മനുഷ്യാവകാശ സഹകരണ സംഘടനകൾ, കുടിയേറ്റ സഹായ കേന്ദ്രങ്ങൾ. ഇവരുടെ പിന്തുണയിലൂടെ TRC അപേക്ഷയും തൊഴിൽ പ്രശ്നങ്ങളും പരിഹരിക്കാം. 6. TRC ലഭിച്ച ശേഷം ജോലി മാറ്റാം. TRC ലഭിച്ചതിനുശേഷം നിങ്ങൾക്ക് നിയമപരമായി ജോലി മാറ്റാവുന്നതാണ്. എന്നാൽ പുതിയ തൊഴിൽ സ്ഥലത്തിന്റെ വിവരം കുടിയേറ്റ വകുപ്പിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. TRC ഇല്ലാതെ തുടരുന്നതിന്റെ ഭീഷണി. താത്കാലിക താമസ കാർഡ് ഇല്ലാതെ പോളണ്ടിൽ തുടരുന്നത് അനധികൃത താമസമായി കണക്കാക്കപ്പെടും. ഇത് ഭാവിയിൽ റെസിഡൻസി പുതുക്കലിനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള അപേക്ഷകൾക്കും തടസ്സമാകാം. ഇതുപോലെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ തികച്ചും നിയമപരമായ വഴികൾ വഴി നിങ്ങൾക്ക് സംരക്ഷണം നേടാം. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. യൂറോപ്പ് വാർത്താ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ സംശയങ്ങൾ കമന്റിൽ എഴുതുക, ഞങ്ങൾ മറുപടി നൽകും.